സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് ഫൗണ്ടേഷൻ സെക്കൻഡ് യൂണിറ്റ് ആയ നഴ്സിംഗ് പ്രോസസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നഴ്സിംഗ് പ്രോസസ്സിൽ എന്തെല്ലാം ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്ന് സിലബസ് വൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നഴ്സിംഗ് പ്രോസസ്സിൽ തന്നെ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് ഡിസ്ക്രൈബ്, അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് നഴ്സിംഗ് കെയർ യൂസിങ് നഴ്സിംഗ് പ്രോസസ് അപ്രോച്ച്. അപ്പൊ നഴ്സിംഗ് പ്രോസസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. നഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ നഴ്സിംഗ് പ്രോസസ് വെച്ചാണ് കെയർ പ്ലാൻ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നഴ്സിംഗ് പ്രോസസ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്, കോമ്പിറ്റൻസീസ്, ആറ്റിറ്റ്യൂഡ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്, ലെവൽ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ നഴ്സിംഗ്, ദെൻ നഴ്സിംഗ് പ്രോസസ് ഓവർവ്യൂ ആണ്. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ പല ടൈപ്പ് കഴിഞ്ഞു, മീൻസ് ലെവൽ കഴിഞ്ഞു, അതിനുശേഷം ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് നോക്കും. ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് വരാനുള്ളതാണ്. ദെൻ നഴ്സിംഗ് പ്രോസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നഴ്സിംഗ് പ്രോസസ്സിന്റെ ഓവർവ്യൂല് അസസ്മെന്റ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അസസ്മെന്റിൽ തന്നെ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ ടൈപ്പ്, സോഴ്സ്, മെത്തേഡ് ഓഫ് കളക്ടിങ് ഡേറ്റ. ആഫ്റ്റർ ദാറ്റ് ദിസ് കളക്ടഡ് ഡേറ്റ ഹാസ് ടു ഓർഗനൈസ്, ദെൻ വാലിഡേറ്റ്, then document. Then nursing diagnosis ആണ് സെക്കൻഡ് പാർട്ട്. നഴ്സിംഗ് ഡയഗ്നോസിസിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലയന്റ് പ്രോബ്ലം, റിസ്ക് ആൻഡ് സ്ട്രെങ്ത്, നഴ്സിംഗ് ഡയഗ്നോസിസ് സ്റ്റേറ്റ്മെന്റ് പാർട്സ്, ടൈപ്പ്, ഫോർമുലേറ്റിംഗ് ഗൈഡ് ലൈൻ ഫോർ ഫോർമുലേറ്റിംഗ് നഴ്സിംഗ് ഡയഗ്നോസിസ്, നന്ദ അപ്രൂവ്ഡ് ഡയഗ്നോസിസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയഗ്നോസിസ്. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്നത് ടൈപ്പ് ഓഫ് പ്ലാനിങ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രയോറിറ്റീസ്, എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ് ആൻഡ് എക്സ്പെക്ടഡ് ഔട്ട്കം, പർപ്പസസ്, ടൈപ്പ്, ഗൈഡ് ലൈൻ, കമ്പോണന്റ് ഓഫ് ഗോൾസ് ആൻഡ് ഔട്ട്കം സ്റ്റേറ്റ്മെന്റ്, ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഇന്റർവെൻഷൻ, സെലക്ടിംഗ് ഇന്റർവെൻഷൻസ്, ദെൻ പ്രോട്ടോകോൾസ് ആൻഡ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, introducing to nursing intervention classification and nursing outcome classification, guideline for writing care plan, then implementation. After that we are implementing all this nursing diagnosis, then formulating nursing care. After that implementing process of implementing the plan of care, type of care, direct and indirect care. അതിനെല്ലാം അവസാനമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തതെല്ലാം എങ്ങനെയുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഇവാലുവേഷനകത്ത് ഇവാലുവേഷൻ പ്രോസസ്, ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്കൻഡ് യൂണിറ്റ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നഴ്സിംഗ് പ്രോസസ്സ്, അതിൽ തന്നെ ആദ്യം ക്രിട്ടിക്കൽ തിങ്കിങ്. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫാക്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്ത്, പല രീതിയിൽ അനലൈസ് ചെയ്ത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ദ അനലൈസിസ് ഓഫ് ഫാക്ട് ടു ഫോം എ ജഡ്ജ്മെന്റ്. അതായത് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഒരു ഫാക്റ്റിനെ പല രീതിയിൽ അനലൈസ് ചെയ്യുന്നതാണ്. ഇതെന്നാണ്? ഇറ്റ് ഈസ് എ റാഷണൽ, സ്കെപ്റ്റിക്കൽ, അൺബയാസ്ഡ് അനലൈസിസ് ഓർ ഇവാലുവേഷൻ ഓഫ് ഫാക്ച്വൽ എവിഡൻസ്. ഇത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇറ്റ്സ് എ റാഷണൽ എന്ന് പറഞ്ഞാൽ അതിനൊരു റീസൺ വേണം. ഇപ്പം നമ്മളൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു റീസൺ വേണം. സ്കെപ്റ്റിക്കൽ ആയിരിക്കണം, അതായത് ഒറ്റയടിക്ക് നമ്മൾ തീരുമാനം എടുക്കല്ല, അതിന്റെ പല സൈഡ് ചിന്തിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് വേണം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. അൺബയസ്ഡ്, അതായത് നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, അതനുസരിച്ചോ അല്ലെങ്കിൽ അത്ര ഒരു തീരുമാനം എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഓരോ സിറ്റുവേഷനും അതനുസരിച്ച് വേണം തീരുമാനം എടുക്കാൻ. അങ്ങനെ ഇവാലുവേഷൻ ഓഫ് ഫാക്ച്വൽ എവിഡൻസ്, ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. നഴ്സിംഗിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ഒരു പേഷ്യന്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ പ്രോബ്ലം അല്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കെയർ കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം വന്നെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തിങ്ക് ചെയ്ത് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം ബേസ്ഡ്, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കും. എസ്പെഷ്യലി ഇന്ത്യയിലല്ല, നിങ്ങൾ ഔട്ട്സൈഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് കോമ്പിറ്റൻസീസ്. Critical thinking is acquired through experience, commitment and active curiosity towards learning. Observation skill are the starting point for critical thinking.
അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ എക്സ്പേർട്ട് ആകുന്നതെന്നാണ്. എങ്ങനെയാണ് ഒരു നേഴ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ എക്സ്പേർട്ട് ആകുന്നത്? എക്സ്പീരിയൻസ് കൊണ്ടാകാം. കാരണം ഒരേ സിറ്റുവേഷൻ പല രീതിയിൽ കണ്ടു, പല പേഷ്യൻറ്റിൽ കണ്ടു, അല്ലെ ഒരേ സിറ്റുവേഷൻ തന്നെ പല സൊല്യൂഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ എക്സ്പീരിയൻസും കൊണ്ട് ഒരാൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് പെട്ടെന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കമ്മിറ്റ്മെന്റ്, നമ്മൾ ചെയ്യുന്ന ജോലിയോട് അല്ലെങ്കിൽ നമുക്കൊരു പേഷ്യൻറ്റിനോട് ഇതിനൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അല്ലെങ്കിൽ എല്ലാവരെയും ജസ്റ്റ് നമുക്ക് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം, ഇഞ്ചക്ഷൻ കൊടുക്കണം, ഇങ്ങനെ അങ്ങ് പോകും. ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാൾ കമ്മിറ്റ്മെന്റോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കും. ആക്റ്റീവ് ക്യൂരിയോസിറ്റി ടുവേഴ്സ് ലേണിംഗ്, ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പനി വരുന്നു, അപ്പം നമ്മൾ ഓക്കെ പനിയുടെ മരുന്ന് കൊടുത്തു, അപ്പോൾ പനി തീർന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പനി വരുന്നത്, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് ഉടനെ പനി വരാൻ കാരണമുണ്ട്? അതിന് പലതിനും പല കാരണങ്ങളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് ക്യൂരിയോസിറ്റി. അങ്ങനെ ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ ഫീവറാണ്, ടെമ്പറേച്ചറിന്റെ മെഡിസിൻ കൊടുത്തു, അങ്ങനെ പോകും. അപ്പം നമ്മൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമ്മൾ ഈ ഫീവർ വരാതെ നമ്മൾ നോക്കും. അപ്പോൾ അതിനുള്ള അറിവ് വേണം. ഇതെല്ലാം ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നതാണ്. അതിന് ഒബ്സർവേഷൻ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇനി സയന്റിഫിക് മെത്തേഡ്. ദിസ് ഈസ് ആൻ അപ്രോച്ച് ഫോർ ഫൈൻഡിങ് ദ ട്രൂത്ത്. ദിസ് മെത്തേഡ് ഹാസ് 5 steps such as, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് 5 steps ഉണ്ട്. ദാറ്റ് ആർ ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ പേഷ്യൻ്റ് കെയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. കളക്ട് ദ ഡേറ്റ, എന്തുകൊണ്ടാണ്, എപ്പോഴാണ്, എത്ര നേരം നിൽക്കുന്നു, ഇങ്ങനെയുള്ള ഡേറ്റയൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക. ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. അപ്പം നമ്മൾ അതിനൊരു സൊല്യൂഷൻ കാണുവാണ്. ഹൈപ്പോത്തസിസ് പല സൊല്യൂഷൻസ് ഉണ്ട്. അതിനുശേഷം അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്, അതായത് പേഷ്യൻ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. അതിനുശേഷം കറക്റ്റ് ആയോ എന്ന് നോക്കുവാണ്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയാം, ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഒരു പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ്, അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കുമ്പോൾ പെയിൻ ആണ്. ഇതാണ് ഐഡന്റിഫൈ ദ പ്രോബ്ലം. അപ്പൊ നമ്മൾ പേഷ്യന്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, അല്ലെ പെയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇപ്പോഴാണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി തുടങ്ങിയത്? പറഞ്ഞ് കുറച്ച് നേരം ആയുള്ളൂ, ഇതിനു മുമ്പ് ഞാൻ എഴുന്നേറ്റിരിക്കുമായിരുന്നു, അപ്പൊ എനിക്ക് ഇഷ്യൂസ് ഇല്ലായിരുന്നു, ഞാൻ കിടന്നു, അപ്പോഴാണ് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നേ, അതോടൊപ്പം എനിക്ക് പെയിൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അതാണ് കളക്ടിങ് ഡേറ്റ. ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്, അതിൽ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാവും. ചിലപ്പം റെസ്പിറേറ്ററി പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷനിൽ അല്ലെ ഫൗളേഴ്സ് പൊസിഷനിലുള്ള പേഷ്യന്റ് ലൈൻ പൊസിഷനിലേക്ക് വന്നപ്പം ഈ ഡയഫ്രോം അബ്ഡോമിനൽ കണ്ടന്റും മുകളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ലങ്സിന്റെ കപ്പാസിറ്റി കുറയും, അതുകൊണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാവുകയാണ് ഇത് പേഷ്യന്റിനെ ഫൗളേഴ്സ് പൊസിഷനിൽ വീണ്ടും പഴയതുപോലെ ഇരുത്തുക, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ കുറച്ച് ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ പേഷ്യന്റ് ബെറ്റർ ആവും. അതിനുശേഷം പേഷ്യന്റിന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് പേഷ്യന്റ് ഇരുത്തി ഫൗളേഴ്സ് പൊസിഷൻ കൊടുത്തു, ഓക്സിജൻ കൊടുത്തു, ഒബ്സർവ് ചെയ്തു, റിസൾട്ട് പേഷ്യന്റിന് ഡിസ്നിയ കുറഞ്ഞോ, സാച്ചുറേഷൻ കൂടിയോ, ഇങ്ങനെ നോക്കുക. അല്ലെ നമ്മൾ ആദ്യത്തെ പേഷ്യന്റിന് പെയിൻ പറഞ്ഞു, നമ്മൾ പെയിൻ മെഡിക്കേഷൻ കൊടുത്തു. രണ്ടാമത്തെ പേഷ്യന്റിന് പെയിൻ പറഞ്ഞു, പെയിൻ മെഡിക്കേഷൻ കൊടുത്തു. പക്ഷെ സിറ്റുവേഷൻ വ്യത്യാസം കാണും. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ഓരോ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അത് മാനേജ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് മാനേജ്മെന്റ്. അടുത്തതാണ് പ്രോബ്ലം സോൾവിങ്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ പുതിയതായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തേക്കുന്നതാണ്. പഴയ നഴ്സിംഗ് ഒക്കെ പഠിച്ചവർക്ക് ഇതിനെക്കുറിച്ച് അധികം പഠിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. ഒബ്സർവ് പേഷ്യന്റ് ക്ലോസ്ലി, gather information about them, examine ideas and inference about a patient problem, recognize the problem, consider scientific principle relating to the problem, and develop solution for the problem. It also involves evaluating the solution over time to check its effectiveness. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്താണെന്നാണ്. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് പോലെ തന്നെയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് അതിൻ്റെ ഒരു പാർട്ടാണ്, ഓരോ രീതിയിലും ചിന്തിക്കാന്നുള്ളത്. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോലെ അസസ് ചെയ്ത് പല രീതിയിൽ അതിനെക്കുറിച്ചാണ് ഈ താഴെ പഠിക്കാനുള്ളതൊക്കെ. അതിനെന്താണ് പേഷ്യനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുക. നമുക്കൊരു പ്രൈമറി നേഴ്സ് ആണെങ്കിൽ പേഷ്യൻ്റ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്, ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നു, ഓരോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അതിന് ഐഡിയാസ് ഒക്കെ എങ്ങനെയാണ്, എക്സാമിൻ ഐഡിയാസ്, ഇന്റർഫറൻസ് അബൌട്ട് പേഷ്യന്റ് പ്രോബ്ലം.
അങ്ങനെ ഓരോ പേഷ്യൻ്റെ പ്രോബ്ലം അനുസരിച്ച് നമ്മളത് മനസ്സിലാക്കുക. അതിനുശേഷം പേഷ്യൻറ്റിന് റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്തെന്ന് മനസ്സിലാക്കി ദെൻ അതിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു ദ പ്രോബ്ലം. ഓരോ പ്രോബ്ലത്തിനും ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഉണ്ട്. കാര്യം പെയിൻ വരാൻ ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഉണ്ട്. അങ്ങനെ ഓരോ ഇഷ്യൂസും ബോഡിയിൽ വരുമ്പം എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഉണ്ട്. സോ നമ്മൾ ഡീറ്റെയിൽ പഠിക്കും, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിനുശേഷം നമ്മളൊരു സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഒന്നിച്ചു പോകുന്ന കാര്യമാണ്. ദെൻ ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം അതിനോടൊപ്പം പോകുന്നതാണ്. ഡിസിഷൻ മേക്കിംഗ്, നേഴ്സസ് ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ആക്യുറേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ക്ലിനിക്കൽ ഡിസിഷൻ. എ പ്രൊഫഷണൽ നേഴ്സ് ഒബ്സർവ് ഫോർ ചേഞ്ചസ് ഇൻ പേഷ്യൻ്റ്, റിക്കഗ്നൈസ് പ്രോബ്ലംസ്, identify new problem as they arise and take immediate action when patient clinical condition worsen. Critical thinking, problem solving, ഡിസിഷൻ മേക്കിംഗ്, അനലൈസ്ഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വരും. അതായത് പേഷ്യൻ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഡിസിഷൻ മേക്കിംഗ് വേണം, അനലൈസ് ചെയ്യണം, ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. ദെൻ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എടുത്തിട്ട് പല രീതിയിൽ അതിന് എന്തുകൊണ്ടായിരിക്കും എന്ന് അനലൈസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇൻവോൾവ് ഐഡന്റിഫൈ വാട്ട്സ് ബീൻ സെഡ് ആൻഡ് ഡിസ്റ്റിങ്വിഷ് ദ റെലവൻറ്റ് ഫ്രം ദ ഇറെലവൻറ്റ്. അനലൈസ് ചെയ്യുക, ഡിസ്റ്റിങ്വിഷ് ദ റെലവൻ്റ് ആയിട്ടുള്ള ഫ്രം ദ ഇറെലവൻ്റ്. ഒരുപാട് പ്രോബ്ലം അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്യാദർ ചെയ്തിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ഇറെലവൻ്റ് അതിനോട് യോജിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുക. Diagnostic reasoning and inference. Inference is drawing out what is being conveyed, interpreting action and recognizing cause and effect relationship. നമ്മൾ എന്താണോ കണ്ടത് അത് മീൻസ് നമ്മൾ അതിൽ നിന്ന് എടുക്കുക, ഡ്രോ ചെയ്യുക, അതിനുശേഷം അതനുസരിച്ച് ആക്ഷൻ, നമ്മൾ കണ്ട കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആക്ഷൻ എടുക്കുക. ദ പ്രൊഫഷണൽ നേഴ്സ് റിലൈസ് ഓൺ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് വെൻ ഡിസൈഡിങ് ഇഫ് എ പേഷ്യൻ്റ് ഈസ് ഹാവിംഗ് കോംപ്ലിക്കേഷൻ ദാറ്റ് കോൾ ഫോർ നോട്ടിഫിക്കേഷൻ ഓഫ് എ ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റ്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡും അല്ലെങ്കിൽ നോളജുള്ള നേഴ്സിനും ഒരു പേഷ്യൻ്റ് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അറിയാൻ സാധിക്കും. അതായത് ഒരു പേഷ്യൻ്റ് ഒരു കുഴപ്പമില്ലാതെ കിടക്കുമായിരുന്നു, അപ്പം നമ്മൾ അതിലേക്ക് പോയപ്പോൾ കണ്ടു പേഷ്യൻ്റ് ഓക്സിജൻ കുറഞ്ഞു വരുന്നു, അല്ലെ പേഷ്യൻ്റെ ബ്രീത്തിങ് പാറ്റേൺ കുറയുന്നു. നോർമൽ റെഗുലർ ബ്രീത്ത് ആയിരുന്നു, പേഷ്യൻ്റ് ഇപ്പോൾ ഷാളോ ബ്രീത്ത് ആണ്, ബ്രീത്തിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങളെല്ലാം കാണുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അപ്പം തന്നെ ഇൻഫോം ചെയ്ത് പേഷ്യൻ്റ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അല്ല നമുക്കത് മനസ്സിലായില്ല, ഷാളോ ബ്രീത്ത് കണ്ടു അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീത്ത് കണ്ടു, ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെ നേസൽ ഫ്ലാരിങ്സ് കണ്ടു, ഒന്നും മനസ്സിലാവുന്നില്ല, അതിനുള്ള ഒരു ഐഡിയാസ് ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ഏറ്റവും വേഴ്സ് കണ്ടീഷനിലേക്ക് പോയിട്ടായിരിക്കും ഇൻഫോം ചെയ്യുന്നത്. അത് പേഷ്യൻറ്റിന് പല കോംപ്ലിക്കേഷൻസിന് കാരണമാകും. അപ്പോൾ ഒരു നേഴ്സ് ആകുന്നവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. പേഷ്യൻ്റ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ നല്ലതായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ നല്ല എക്സ്പീരിയൻസും വേണം, അതായത് നല്ല ഹോസ്പിറ്റലിൽ നിന്നുള്ള എക്സ്പീരിയൻസും വേണം. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ പാർട്സ് എല്ലാം നമ്മൾ കണ്ടു, ക്രിട്ടിക്കൽ തിങ്കിങ് കണ്ടു. ഇനി ലെവൽ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ലെവൽ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. There are 3 level of critical thinking. 3 ലെവലാണ്: ബേസിക്, കോംപ്ലക്സ്, കമ്മിറ്റ്മെന്റ്. 3 ലെവൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. ബേസിക് ക്രിട്ടിക്കൽ തിങ്കിങ്, നേഴ്സ് ഫോളോ വാട്ട് എവർ ഇൻസ്ട്രക്ഷൻ എക്സ്പേർട്ട് ഓർ മാനുവൽ ടെൽ ദം. ബേസിക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പേഷ്യൻറ്റിനോട് ഡോക്ടർ പറഞ്ഞു ഇന്ന മെഡിസിൻ കൊടുക്കുക, ഓടിക്കൊണ്ട് മെഡിസിൻ കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് എന്താണ് മാനുവൽ, അതായത് പ്രോട്ടോകോൾ ഉണ്ട്. ഓരോ ഹോസ്പിറ്റലിലും ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ആ പ്രോട്ടോകോൾ അവിടെ വെച്ചിരിക്കും. നമ്മൾ ഓരോ പ്രൊസീജിയറും ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രോട്ടോകോൾ അല്ലെങ്കിൽ പ്രൊസീജിയർ മാനുവൽ. അതനുസരിച്ച് 1 by 1 ആയിട്ട് ചെയ്യുന്നു. അതായത് ഒരു ജസ്റ്റ് ചെയ്യുന്ന ആള്. ഇതാണ് ബേസിക് ക്രിട്ടിക്കൽ തിങ്കിങ്. At this level, the nurse experience is low. The nurse or the student does not have the experience to anticipate how to individualize care. ഓരോരുത്തർക്കും അവനവൻ്റെ ആ പേഷ്യന്റിന് ആപ്റ്റായിട്ടുള്ള കെയർ കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് ഈ ബേസിക് ക്രിട്ടിക്കൽ തിങ്കിങ് ഫോളോ ചെയ്യുന്നവർക്കില്ല. അവർക്ക് വളരെ ഫ്രഷ് നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിരിക്കാം.
കോംപ്ലക്സ് ക്രിട്ടിക്കൽ തിങ്കിങ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളത്. കോംപ്ലക്സ് ക്രിട്ടിക്കൽ തിങ്കേഴ്സ് അനലൈസ് ആൻഡ് എക്സാമിൻ ചോയ്സസ് ഇൻഡിപെൻഡന്റ്ലി. They make their own choice without blindly following the expert manual. മോസ്റ്റ് ഓഫ് ദ നേഴ്സസും ഈ ഒരു ലെവലിൽ സ്റ്റിക്കാണ്. അതായത് കോംപ്ലക്സ് ക്രിട്ടിക്കൽ തിങ്കിങ് വരെ വരാറുള്ളൂ, അതിന് മുമ്പോട്ട് പോകാറില്ല. കോംപ്ലക്സ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോക്ടർ ഒരു ഓർഡർ എഴുതി അല്ലെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ മാനുവലിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അതുപോലെ ചെയ്യാതെ ഒരു ഡോക്ടർ എഴുതിയ ഓർഡറിനെ വീണ്ടും അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ ഇപ്പോൾ കൊടുക്കേണ്ടതാണോ, അല്ലെങ്കിൽ ഈ മെഡിസിൻ കൊടുത്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പേഷ്യന്റിന് യൂറിൻ പാസ് ചെയ്തിട്ടേ ഇല്ല, പക്ഷേ അമിക് ആസിഡ് അല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസിഡ് ആന്റിബയോട്ടിക് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? നേഴ്സ് കൊടുക്കില്ല. കാരണം വൺസ് യൂറിൻ പാസ് ചെയ്യാതെ ഈ മെഡിസിൻ കൊടുക്കാൻ പാടില്ല, കാരണം റീനൽ ടോക്സിസിറ്റി ഉള്ള മെഡിസിൻ ആണ്. അത്രയൊക്കെ അറിയണമെങ്കിൽ കോംപ്ലക്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. പക്ഷെ മജോറിറ്റി എനിക്ക് തോന്നുന്നത് ബേസിക് തന്നെയാണ്, പക്ഷെ കോംപ്ലക്സ് വരെയാണ് ഒരു നേഴ്സ് റീച്ച് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. വളരെ റെയർ ആയിട്ടുള്ള നേഴ്സസ് ആണ് അതിന്റെ ഫർദർ പോകുന്നത്. കമ്മിറ്റ്മെന്റ് ക്രിട്ടിക്കൽ തിങ്കിങ്. In this level, person make choice without any assistance from others. ആരുടെ അസിസ്റ്റൻസ് വേണ്ട, തന്നെ ചോയ്സ് തിരഞ്ഞെടുക്കാൻ അറിയാം. അതായത് ഒരു പേഷ്യന്റ് ഒരു സിക്കായി അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്ന് അവർ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. ഷീ ഓർ ഹീ ടേക്ക് ദ അക്കൗണ്ടബിലിറ്റി ഫോർ വാട്ട് എവർ ആക്ഷൻ ഷീ മേക്ക്. അപ്പൊ എന്ത് ചെയ്താലും അതിന്റെ അക്കൗണ്ടബിലിറ്റി എടുക്കാൻ ഇവർക്ക് അറിയാം. അതായത് ഒരു പേഷ്യന്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ്, അല്ലെ ഒരു പേഷ്യന്റ് ഷോക്കിലേക്ക് പോവാണ്. ഷോക്കിലേക്ക് പോകുമ്പം ഒരു ബേസിക് ആയിട്ടുള്ള ആളാണെങ്കിൽ ഡോക്ടർ IV ഫ്ലൂയിഡ് കൊടുക്ക്, അത് ചെയ്യും, ഇത് ചെയ്യുന്ന പറയുമ്പോൾ അവർ ചെയ്യും. കോംപ്ലക്സ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞാൽ ഇതിപ്പോൾ ചെയ്യണോ, ചെയ്താൽ പേഷ്യൻ്റ് എന്തെങ്കിലും പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് അത് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. ആ രീതിയിലുള്ളതാണ് കോംപ്ലക്സ്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഷിഫ്റ്റിൽ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന് അവർക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാം. അപ്പോൾ അവർ ബേസിക് തിങ്സ് ചെയ്തിട്ടായിരിക്കും ഇൻഫോം ചെയ്യുന്നത്. അതായത് പേഷ്യന്റിനെ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കുന്നത് ഇവർക്കാണ്. ഒരു ഷോക്ക് വന്ന പേഷ്യന്റിന് വേണമെങ്കിൽ IV ഫ്ലൂയിഡ് എത്ര വേണം എന്ന് ഇവർക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഇൻഫോം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കാർഡിയാക് മസാജ് കൊടുക്കേണ്ട പേഷ്യന്റ് ഓൾറെഡി ഇവർക്ക് കാർഡിയാക് മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് കമ്മിറ്റ്മെന്റ് ലെവലിൽ വരുന്നത്. അപ്പൊ എല്ലാ നഴ്സസും കമ്മിറ്റ്മെന്റ് ലെവലിലേക്ക് വളരണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അതായത് തിയറി നോളജ് വേണം, അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ സ്കില്ല് വേണം. പ്രാക്ടിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായി തിയറി ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസും സൈഡ് എഫക്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വരികയും പിന്നെ അത് പ്രോബ്ലത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് നഴ്സിംഗ് പ്രോസസ്സ്. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നഴ്സിംഗിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടത്. ദ ടേം നഴ്സിംഗ് പ്രോസസ് വാസ് ഡിഫൈൻഡ് ബൈ ഹോൾ ഇൻ 1955. Euro and Walsh in 1967 proposed 4 components for nursing processor. ഇപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ചോദിക്കുക, ഇതുവരെ ചോദിച്ചിട്ടില്ല. 1967 4 കമ്പോണൻസ് ഉണ്ട് നഴ്സിംഗ് പ്രോസസ്സിനെന്ന് ഐഡന്റിഫൈ ചെയ്തത്. അത് അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. ഇതാണ് നഴ്സിംഗ് പ്രോസസ്സിന്റെ 4 കമ്പോണൻസ്. In 1982, the recommendation of NANDA, that means North American Nursing Diagnosis Association, was accepted widely. അതായത് 1967 ഇത് പ്രപ്പോസ് ചെയ്തു എങ്കിലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നന്ദയുടെയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നന്ദ നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. ഇത് നോർത്ത് അമേരിക്കൻ നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. 1982 ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ ഫോളോ ചെയ്യുന്ന നന്ദയാണ്. ഇപ്പൊ നിങ്ങൾ ഔട്ട്സൈഡിലേക്കുള്ള ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കും. അപ്പൊ നന്ദ നഴ്സിംഗ് ഡയഗ്നോസിസ് ബേസ് ചെയ്തിട്ടാണ്. The definition of nursing processor. Nursing process is a systematic and rational method of identifying health care needs, planning and providing nursing care. But definition of nursing process, ഇതൊരു സിസ്റ്റമാറ്റിക് ആണ്. അതായത് 1, 2, 3 അങ്ങനെ അറേഞ്ച്ഡ് ആണ്, റാഷണൽ ആണ്. അതിനൊരു സയന്റിഫിക് പ്രിൻസിപ്പിളും ഉണ്ട്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ സിസ്റ്റമാറ്റിക് വേയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ഒരു സയന്റിഫിക് ബേസ് വെച്ചിട്ടാണ്. മെത്തേഡ് ഓഫ് ഐഡന്റിഫൈ ഹെൽത്ത് നീഡ്സ്, ആഫ്റ്റർ ദാറ്റ് പ്ലാൻ ചെയ്യുക, ദെൻ പ്രൊവൈഡിങ് നഴ്സിംഗ് കെയർ. ഇതാണ് ഡെഫിനിഷൻ ഓഫ് നഴ്സിംഗ് പ്രോസസ്സർ.
അഡ്വാൻറ്റേജസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്സ്. ഫസ്റ്റ്, അഡ്വാൻറ്റേജസ് ടു പേഷ്യന്റിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി സീക്വൻസ്. അതായത് സിസ്റ്റമാറ്റിക് ആണ്, ഓർഡർലി ആണ്, അതുകൊണ്ട് ആർക്ക് വന്നാലും പേഷ്യന്റ് കെയർ കൊടുക്കാൻ ഈസിയാണ്. അല്ല, ഒരാൾ ചെയ്തു, ഇനി അതെന്താണ് ചെയ്തതെന്ന് അറിയില്ല, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ വരും. എൻകറേജ് നേഴ്സ് ടു വർക്ക് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. അതായത് ഒരു യൂണിറ്റിൽ 10 നേഴ്സസ് ഉണ്ട്. ഈ 10 നേഴ്സസും പേഷ്യന്റിന് കെയർ കൊടുക്കുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നേഴ്സിംഗ് കെയർ പ്ലാൻ ബേസ് ചെയ്താണ് എല്ലാവരും ഒരേപോലെയാണ് ചെയ്തു പോകുള്ളൂ. അങ്ങനെ എന്താണോ നമ്മുടെ കോമൺ ഗോൾ പേഷ്യന്റ് അസുഖം റെഡ്യൂസ് ചെയ്യുക, പേഷ്യനെ ഡിസ്ചാർജ് ചെയ്യുക ഇത്ര ദിവസത്തിനുള്ളിൽ, അതാണ് അത് അച്ചീവ് ചെയ്യാൻ സഹായിക്കും. ദാറ്റ് മീൻസ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം ഈ പേഷ്യന്റ് എന്തെല്ലാം വേണം, അതെല്ലാം ഡോക്യുമെന്റലാണ്. ഹെൽപ്പ് ടു ഐഡന്റിഫൈ പേഷ്യന്റ് ഹെൽത്ത് കെയർ സ്റ്റാറ്റസ് ആൻഡ് ആക്ച്വൽ ആൻഡ് പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലം. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മളിങ്ങനെ 4 രീതിയിൽ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നുണ്ട് പേഷ്യന്റ് ഇപ്പോഴത്തെ ഹെൽത്ത് സ്റ്റാറ്റസും ഇനി കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാൻസ് ഉള്ള ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചും എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഹെൽപ്പ് ടു ഐഡന്റിഫൈ നഴ്സിംഗ് പ്രയോറിറ്റീസ് ആൻഡ് ഡയറക്റ്റ് നഴ്സിംഗ് ഇന്റർവെൻഷൻ ബേസ്ഡ് ഓൺ ഐഡന്റിഫൈഡ് പ്രയോറിറ്റീസ്. അതായത് നേഴ്സിംഗ് പ്രയോറിറ്റി. ഇപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റിന് പെയിൻ ഉണ്ട്, അതോടൊപ്പം ഡിസ്നി ഉണ്ട്, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പ്രയോറിറ്റി? ആദ്യം ABC ആയതുകൊണ്ട് തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്ക് വേണ്ടി നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം പെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഐഡന്റിഫൈ ചെയ്യാനും അതനുസരിച്ച് നഴ്സിംഗ് കെയർ കൊടുക്കാനും സാധിക്കുന്നു. പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. കണ്ടിന്യൂറ്റി അതായത് മോർണിംഗ് ഷിഫ്റ്റ് വന്നു, അവര് പേഷ്യന്റ് കെയർ കൊടുത്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ പെൻഡിങ് ഉണ്ടെന്ന് കെയർ പ്ലാനിലുണ്ട്. അപ്പൊ ഈവനിങ് വരുമ്പോഴും കൺഫ്യൂഷൻ ഇല്ലാതെ പോകാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കെയർ പ്ലാൻ ഇല്ലെങ്കിൽ ഈ മോർണിംഗ് ഷിഫ്റ്റിന് ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്സായാൽ ആ കെയറും പേഷ്യന്റിന് മിസ്സാവും. അതാണ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഈ നഴ്സിംഗ് പ്രോസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡന്റിഫൈ ദ നീഡ്സ് ആൻഡ് ഹെൽപ്പ് ടു പ്ലാൻ ദ സയന്റിഫിക് ഇന്റർവെൻഷൻ ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ. പേഷ്യന്റെ നീഡ് അനുസരിച്ച് സയന്റിഫിക് ഇന്റർവെൻഷൻ അനുസരിച്ച് ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റും. ഹെൽപ്പ് ടു പ്രൊവൈഡ് പേഷ്യന്റ് ഓറിയന്റഡ് പേഷ്യന്റ് സെന്റേർഡ് നഴ്സിംഗ് കെയർ. പേഷ്യനോടൊക്കെ സംസാരിച്ച് അവരുടെ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഒക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഒരു കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ പേഷ്യന്റിനെ കുറിച്ചെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പേഷ്യന്റ് മാത്രമായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പേഷ്യന്റ് ന്യൂട്രീഷണൽ നീഡ്സ്, അത് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. ന്യൂട്രീഷൻ നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യണം. നമ്മൾ എല്ലാ പേഷ്യന്റിനും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നീഡ്സിന്റെ ചാർട്ട് ഉണ്ടാക്കി വെച്ചിരും. എന്താണ്? പ്രോട്ടീൻ ഇത്ര ഗ്രാം, കാർബോഹൈഡ്രേറ്റ് ഇത്ര ഗ്രാം, അതിന് പ്രോട്ടീന് വേണ്ടിയിട്ട് രാവിലെ മിൽക്ക്, എഗ്, മീറ്റ്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. പക്ഷെ നമുക്കിതെല്ലാ പേഷ്യന്റും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യന്റിനെ ഇൻവോൾവ് ചെയ്യിക്കും. നമ്മൾ അന്വേഷിക്കും പേഷ്യന്റ് വീഗനാണോ, വെജാണോ, നോൺ വെജിറ്റേറിയൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും കൾച്ചറൽ ഹാബിറ്റ്സ് ഉണ്ടോ, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് പേഷ്യന്റിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഒരു നഴ്സിംഗ് കെയർ പ്ലാനും ഗോളും സെറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൈനാമിക്. ചേഞ്ച് ചെയ്യാൻ പറ്റും ഓരോ പ്രാവശ്യം. ഇന്നത്തെ ആയിരിക്കില്ല നാളെ, കാരണം പേഷ്യന്റ് സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യും. The steps are in sequential order 1, 2, 3 എന്നാണ്. The offer the nurse a tool for analyzing patient needs and planning their care. ഇപ്പൊ എന്താണ് നീഡ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വേഗം അനലൈസ് ചെയ്യാൻ ഇത് ഈസിയാണ്. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് കെയർ. പേഷ്യന്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് യുണീക്ക് ഇൻഡിവിജ്വൽ വിത്ത് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ പേഷ്യന്റിനും ഒരു കെയർ പ്ലാൻ ആണ്, എല്ലാവർക്കും കൂടെ ഒന്നല്ല. അപ്പൊ ഓരോ പേഷ്യന്റും ഓരോ കെയർ പ്ലാൻ ആയതുകൊണ്ട് ഒന്നൊന്നിൽ നിന്ന് വ്യത്യാസമാണ്. ഒരു കെയർ പ്ലാൻ പേഷ്യന്റിനെ മാത്രം ബേസ് ചെയ്താണ്, അവരുടെ മാത്രം ഇഷ്യൂസ് ഫേസ് ചെയ്താണ്. ചിലപ്പം 2 പേഷ്യന്റ് ഒരേ ഡയഗ്നോസിസ് ആയിരിക്കും, പക്ഷെ നഴ്സിംഗ് ഡയഗ്നോസിസ് വ്യത്യാസമാണ്, കെയർ പ്ലാൻ വ്യത്യാസമാണ്. അത് ഏജ്, സെക്സ്, പേഷ്യന്റ് ക്യാരക്ടർ, പേഷ്യന്റ് ഇതെല്ലാം അനുസരിച്ച് ഒരേ ഡയഗ്നോസിസിനും പല ടൈപ്പിലുള്ള നഴ്സിംഗ് കെയർ പ്ലാൻ വരാം. പേഷ്യന്റ് ആൻഡ് ബൈസ്റ്റാൻഡർ ആർ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കെയർ. അവരുടെയും കൂടെ നമ്മൾ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ ഹാബിറ്റ്സ് എന്നൊക്കെ അറിയണമെങ്കിൽ പേഷ്യന്റും ബൈസ്റ്റാൻഡറുമായിട്ടും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം. യൂണിവേഴ്സലി ആപ്ലിക്കബിൾ.
എല്ലാ സ്ഥലത്തും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യയിലും അതിന് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയാലും ഇവിടെയെല്ലാം ഈ നഴ്സിംഗ് കെയർ പ്ലാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് അഡ്വാൻറ്റേജസ് ടു പേഷ്യൻ്റ്. അപ്പൊ എന്താണ് ആക്ച്വലി ഓവറോൾ അഡ്വാൻറ്റേജ്? പേഷ്യന്റ് നല്ല കെയർ കിട്ടുന്നു, കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടുന്നു, പേഷ്യന്റ് പെട്ടെന്ന് ബെറ്റർ ആകുന്നു, എല്ലാ നഴ്സസിനും അറിയാൻ പറ്റും ഇന്ന കെയർ ആണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജസ് ടു നഴ്സസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? അതായത് നഴ്സിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നഴ്സസിനുള്ള ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജ്. ഇറ്റ്സ് പ്രൊവൈഡ് കൺസിസ്റ്റന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. അതായത് നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത ഒരു മാറ്ററാണ് എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിനെക്കുറിച്ചൊരു നോളജും പിന്നെ അതോടൊപ്പം തന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ലെവലും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡ് കോമൺ ലാംഗ്വേജ് ആൻഡ് ഫോം എ ബേസിസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ നഴ്സിംഗ് പ്രൊഫഷണൽ ആൻഡ് ദ ഹെൽത്ത് കെയർ ടീം. അതായത് നഴ്സിംഗ് പ്രോസസ്സിൽ എഴുതുന്ന രീതി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വേയിലാണ്, അതിന്റെ മെഡിക്കൽ ടേംസ് ഇങ്ങനെയുള്ള എല്ലാം എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ ഓരോരുത്തരും അവനവന് യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസോ എഴുതാതെ ആ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്ത് ആ സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ തന്നെ എഴുതുവാണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാഗ് വരാതെ നോക്കാൻ സാധിക്കും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ടു നഴ്സസ്. വെൽ റിട്ടൺ പ്ലാൻ ആൻഡ് കെയർ ഗീവൻ ദം സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസ്മെന്റ് ഓഫ് സെൽഫ് എസ്റ്റീം. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നഴ്സിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് നഴ്സിംഗ് ഇന്റർവെൻഷൻസും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെല്ലാം കെയർ ആണ് ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവാലുവേഷൻ ഉണ്ട്. അതായത് പേഷ്യന്റിന് നമ്മൾ കൊടുത്ത കെയർ ഇഫക്റ്റീവ് ആണോ എന്നുള്ള ഒരു ഇവാലുവേഷൻ പാർട്ടും ഉണ്ട്. അപ്പൊ നമ്മൾ കെയർ കൊടുക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അപ്പൊ പേഷ്യന്റ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ. ഇപ്പൊ നമുക്കൊരു വ്യക്തമായ ഡോക്യുമെന്റേഷനോ അല്ലെ ഒരു സിസ്റ്റമാറ്റിക് വേയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായോ അല്ലെങ്കിൽ പേഷ്യന്റ് ഇത് എഫക്റ്റീവ് ആണോ എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊരു കൺഫ്യൂഷൻ ബാക്കി നിൽക്കുന്നതായിരിക്കും. സോ ജോബ് സാറ്റിസ്ഫാക്ഷന് നഴ്സിംഗ് പ്രോസസ്സ് യൂസ് ചെയ്തുള്ള കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ സേഫ്റ്റി. Patient gets expected nursing care and thereby protect the nurses from legal implications. ലീഗൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മിസ്സായാൽ നമുക്കത് ഫില്ല് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും കെയർ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുകൊണ്ട് പേഷ്യന്റ് അത് കിട്ടുകയും ചെയ്യും. അതായത് കറക്റ്റ് കെയർ കിട്ടാന്നുള്ള പേഷ്യന്റ് റൈറ്റ് ആണ്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ലീഗലി സേഫ്റ്റി ആണ്. കാരണം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാലും നമുക്ക് ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്താൽ നമ്മുടെ പാർട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ സേഫ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു റിട്ടേൺ ഫോമാറ്റ് ഇല്ലാതെ ഒരിക്കലും നമ്മൾ എന്താണ് ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് നഴ്സിംഗ് പ്രോസസ്സ് ഒരു ലീഗൽ സേഫ്റ്റിക്കുള്ള ടൂളുമാണ്. ഇംപ്രൂവ് പ്രൊഫഷണൽ ഗ്രോത്ത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഓഫ്കോഴ്സ് നോളജ് ഉണ്ടാവും, സ്കിൽ ഉണ്ടാവും, എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേയും എല്ലാം ഇംപ്രൂവ് ആവും. അങ്ങനെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് ഇംപ്രൂവ് ആവും. നേഴ്സസ് ബിക്കം അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ പേഷ്യന്റ് കെയർ. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു പേഷ്യന്റിന് നമ്മളൊരു കെയർ കൊടുത്തിട്ട് വരുന്ന കോൺസിക്വൻസ് വന്നാലും അതിന്റെ റിസൾട്ട് വന്നാലും അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം നമ്മുടെയാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ജോലി കറക്റ്റായിട്ട് ഫുൾഫില്ല് ചെയ്യുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടബിളും ആയിരിക്കണം, റെസ്പോൺസിബിളും ആയിരിക്കണം. Provide a basis of evaluation to determine if nursing care was beneficial to the client and cost effective. അതായത് ഈ നഴ്സിംഗ് പ്രോസസ്സിൽ ഏറ്റവും ലാസ്റ്റത്തെ പോർഷനാണ് ഇവാലുവേഷൻ. അതായത് വാട്ട് ആർ ദ ഇന്റർവെൻഷൻസ് വി ഹാവ് ഇംപ്ലിമെന്റഡ്, അതെല്ലാം പേഷ്യന്റിന് ഇഫക്റ്റീവ് ആണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും പേഷ്യന്റിന് അത് ബെറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഇന്റർവെൻഷൻ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാനും അങ്ങനെ പേഷ്യന്റിനെ ബെറ്റർ ആക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാ രീതിയിലും ഈ നഴ്സിംഗ് പ്രോസസ്സ് പേഷ്യന്റിനും നഴ്സിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നഴ്സിംഗ് സ്റ്റുഡൻസ്, നഴ്സിംഗ് ഡയഗ്നോസിസ് ആൻഡ് ഇഫക്റ്റീവ് ടീച്ചിങ് ടൂൾ ടു ഹെൽപ്പ് ഷാർപ്പൻ ദെയർ പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇപ്പം നഴ്സിംഗ് സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുമ്പോൾ അവരിങ്ങനെ നഴ്സിംഗ് ഡയഗ്നോസിസ്, അതായത് നഴ്സിംഗ് ഡയഗ്നോസിസ് ഓരോ ദിവസം പേഷ്യന്റ് സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം അവർക്ക് വളരെ നന്നായിട്ടൊരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഏതിൻ്റെ ബേസിസിലാണ് നമ്മളത് ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് കെയർ കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാനും പിന്നെ അതനുസരിച്ച് ആക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്കില്ല് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഈ ഇവാലുവേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് പ്രോസസ്സ് ഒരു
ടീച്ചിങ് ടൂൾ തന്നെയാണ്. അതിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് നേഴ്സസിന് ഈ നേഴ്സിംഗ് പ്രോസസ്സ് കൊണ്ടുള്ള യൂസേജ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നേഴ്സിംഗ് പ്രോസസ്സ്. കെയർ ഇസ് പ്ലാൻഡ് ഫോർ ഈച്ച് പേഷ്യന്റ്. ദ പ്ലാൻ ഈസ് ഇൻഡിവിജ്വലൈസ്ഡ്. ഇറ്റ് ഈസ് ഗോൾ ഡയറക്റ്റഡ്. എന്താണ് ഗോള്? പേഷ്യൻറ്റിന് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ഓരോ സിംഗിൾ ഗോൾസും ഉണ്ട്. അതായത് പെയിൻ ആണ് പെയിൻ കുറയ്ക്കുക, ഫീവർ ആണ് ഫീവർ കുറയ്ക്കുക, ഡിസ്കംഫോർട്ട് ആണ് ഡിസ്കംഫോർട്ട് കുറയ്ക്കുക. ഇങ്ങനെ ഒരു ഗോളുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ഫൈനൽ ഗോളും ഉണ്ട്. ഫൈനൽ ഗോളാണ് പേഷ്യൻ്റെ കംപ്ലീറ്റ് റിക്കവറി. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഫോർ ഈച്ച് പേഷ്യൻ്റ് നീഡ് ആൻഡ് കെയർ. ഓരോരുത്തർക്കും പല രീതിയിലാണ്. ഒരാൾക്ക് ഫീവർ വരുമ്പോൾ ചെയ്യുന്ന മാനേജ്മെന്റ് അല്ല വേറൊരാൾക്ക്, അല്ലെ പെയിൻ വരുമ്പോൾ മാനേജ്മെന്റ് അല്ല, വ്യത്യാസമുണ്ട്. ഇതിൽ കംഫർട്ടബിൾ ആക്കുന്നത് പലർക്കും പല രീതിയിലാണ്. അതുകൊണ്ട് ഓരോ പേഷ്യന്റിനെയും അവരുടെ നീഡ് അനുസരിച്ചാണ് നമ്മൾ കെയർ ഫ്ലെക്സിബിൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്സ്. അതായത് വൺസ് നഴ്സിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്താൽ അത് പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്നവരെയല്ല, ഓരോ സമയം അനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് എൻകറേജ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ നേഴ്സ് ആൻഡ് പേഷ്യന്റ്. നേഴ്സും പേഷ്യന്റിന്റെ ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം നേഴ്സിംഗ് കെയർ പ്ലാൻ അല്ലെ നേഴ്സിംഗ് പ്രോസസ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് പേഷ്യന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട്. ഓൾ സ്റ്റെപ്സ് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് സൈക്ലിക്. അതായത് എല്ലാ സ്റ്റെപ്പും നമ്മളിപ്പോൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ചെയ്തു, പിന്നെ അതിൽ നിന്നാണ് നമ്മൾ നഴ്സിംഗ് ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യുന്നത്. ആ ഇന്റർവെൻഷനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ഇംപ്ലിമെന്റ് ചെയ്ത ഇന്റർവെൻഷൻ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്നൊന്നിനോട് റിലേറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത പ്രോബ്ലം വരുന്നു, വീണ്ടും ഇത് സർക്കുലേറ്റ് ചെയ്യുന്നു, മീൻസ് സൈക്ലിംഗ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത പ്രോബ്ലം. അങ്ങനെ പേഷ്യന്റ് കംപ്ലീറ്റ്ലി ബെറ്റർ ആകുന്നത് വരെ ഇതിങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇന്റർ റിലേറ്റഡ് ആണ്, സൈക്ലിക് ആണ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആൻഡ് അക്സെപ്റ്റബിൾ. ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി ഇൻ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് ടു സോൾവ് ദ ഹെൽത്ത് പ്രോബ്ലംസ്. നമുക്ക് ഈസിയാണ് സോൾവ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫ്രെയിംവർക്ക് ഫോർ നഴ്സിംഗ് കെയർ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ സെറ്റിംഗ്. എല്ലാ ടൈപ്പ് ഹെൽത്ത് കെയർ സെറ്റിംഗ് പല സ്ഥലങ്ങളുണ്ട്, പേഷ്യൻറ്റിൻ്റെ കെയർ അനുസരിച്ച്, ഏരിയ അനുസരിച്ച്. അപ്പോൾ അവിടെ എവിടെ വേണേലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവാലുവേഷൻ ഓർ ഫീഡ്ബാക്ക് ഹെൽപ്പ് to either reassessment or revision of healthcare plan. നമ്മൾ ഓരോ ഇന്റർവെൻഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയഗ്നോസിസിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് പേഷ്യന്റിന് ഇഫക്റ്റീവ് അല്ലെ നമുക്ക് വീണ്ടും റീ അസസ്മെന്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ഇന്റർവെൻഷൻ കൊണ്ടുവന്ന് പിന്നെ ഇവാലുവേറ്റ് ചെയ്ത് പേഷ്യന്റിന്റെ ഗോൾ കംപ്ലീറ്റ് ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇറ്റ് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ അക്കൗണ്ടബിലിറ്റി ഇൻ ഓൾ ഏരിയ. അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ്? നമ്മളിത് കംപ്ലീറ്റ് ആയി ഇവാലുവേറ്റ് ചെയ്ത് അത് എഫക്റ്റീവ് ആകുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അക്കൗണ്ടബിൾ ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയി പോകും. ഇൻകംപ്ലീറ്റ് ആയി പോയാൽ നമ്മൾ അടുത്ത ഒരു അസസ്മെന്റ് ചെയ്ത് പേഷ്യന്റിന് ഇന്റർവെൻഷൻ ചെയ്തിട്ട് നമ്മൾ പേഷ്യന്റിന് കെയർ കൊടുക്കണം. അതായത് ഓരോ കാര്യങ്ങളും സിമ്പിൾ കാര്യങ്ങളാണ്. ഇപ്പൊ എക്സാമ്പിൾ, ഒരു പേഷ്യന്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്ക് നമ്മൾ ആദ്യം തന്നെ പേഷ്യന്റിനെ ഫൗളേഴ്സ് പൊസിഷനിൽ വെച്ചു. അതാണ് ഇന്റർവെൻഷൻ. അത് നമ്മൾ പേഷ്യന്റ് അങ്ങനെ ഇരുത്തുന്നതാണ് അത് ഇംപ്ലിമെന്റേഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇവാലുവേറ്റ് ചെയ്യും. അതായത് പേഷ്യന്റ് ഡിസ്നി കുറഞ്ഞോ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ഇന്റർവെൻഷൻ വരണം. അതെന്താണ്? പേഷ്യന്റിന് ഓക്സിജൻ കൊടുക്കുക. ഓക്സിജൻ കൊടുത്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ്. അതിനുശേഷം ഓക്സിജൻ കൊടുത്തിട്ടും കുറയുന്നില്ലേ, നമ്മൾ പിന്നെ സെക്രീഷൻ ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ സെക്രീഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ സക്ഷൻ ചെയ്യും. സക്ഷൻ ചെയ്തിട്ട് അസസ് ചെയ്യും. അതാണ് ഇവാലുവേഷൻ. ഇതാണ് സൈക്ലിക് ആണ്. അങ്ങനെ ഓരോന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് എന്ന് പറയാൻ കാരണം. സ്റ്റെപ്സ് ഓർ കമ്പോണന്റ് ആൻഡ് ഫേസസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്സ്. അതായത് ഫേസസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്സ്. ഫസ്റ്റ് അസസ്മെന്റ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. അപ്പൊ നഴ്സിംഗ് പ്രോസസ്സ് അക്കോർഡിംഗ് ടു നന്ദ, അസസ്മെന്റ്, ഡയഗ്നോസിസ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. ഇനീഷ്യലി ഈ നഴ്സിംഗ് ഡയഗ്നോസിസ് ഇല്ലായിരുന്നു, അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ ആണ്. അതിനുശേഷം നന്ദ, നോർത്ത് അമേരിക്കൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്ദയാണ് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത്. നന്ദ അനുസരിച്ച് 5 ആണ്. അസസ്മെന്റ് ഉണ്ട്, ഇതിപ്പോ തന്നെ ഓർക്കുക, നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് ഹയർ ആയിട്ട് ഇംഗ്ലീഷ് സാറിനൊക്കെ വരുമ്പോഴത്തേക്ക്
കൊഗ്നിറ്റീവ് സ്റ്റഡീസ്, ക്ലിനിക്കൽ ജഡ്ജ്മെന്റൽ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളിൽ അറിയപ്പെടും. പക്ഷേ അഗെയിൻ നഴ്സിംഗ് പ്രോസസ്സുകളാണ്. ഈ നഴ്സിംഗ് പ്രോസസ്സ് എസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് വളരെ സമ്മറൈസ് ചെയ്ത് നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ ആണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതിയപ്പോൾ 10 മാർക്സ് ആയിട്ട് എസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് ആയ അസസ്മെന്റോട് നമുക്ക് ഈ ക്ലാസ്സിൽ കാണാം. Assessment is the first phase in nursing process. Nursing process is the first phase. It is deliberate and systematic collection of data to determine patient current and past health status. അതായത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പേഷ്യൻറ്റിൻ്റെ എല്ലാ ഡേറ്റ എടുക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പഴയ എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടോ, അത് നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് അസസ്മെന്റിൽ കണ്ടല്ലോ, അതാണ്. അത് നഴ്സിംഗ് അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നഴ്സിംഗ് പ്രോസസ്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഡേറ്റയും കളക്ട് ചെയ്യും. ഇറ്റ് ഇൻവോൾവ് 2 steps, 2 steps ഉണ്ട്. കളക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡേറ്റ ഫ്രം പ്രൈമറി സോഴ്സ്, അതായത് പേഷ്യൻറ്റിൽ നിന്ന് തന്നെ. പേഷ്യൻറ്റിനോട് കറണ്ട് സിറ്റുവേഷൻ ചോദിക്കുക, പാസ്റ്റ് സിറ്റുവേഷൻ, പേഴ്സണൽ ഹിസ്റ്ററി, ഹെൽത്ത് ഹാബിറ്റ്സ്, ഹോബീസ്, ഇതെല്ലാം പേഷ്യനോട് ചോദിക്കുന്നു. സെക്കൻഡറി സോഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, റെക്കോർഡ്സ്, ഹെൽത്ത് ടീം മെമ്പേഴ്സ്. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പേഷ്യന്റ് അഡ്മിറ്റ് ആണ്, അതെടുക്കാം. അല്ലെ പേഷ്യന്റ് ഇമ്മ്യൂണൈസേഷൻ അറിയണം, ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് എടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റെക്കോർഡ്സ്. ഹെൽത്ത് കെയർ ടീം, ഇതിനു മുമ്പ് പേഷ്യന്റ് നോക്കിയിരിക്കുന്ന ഹെൽത്ത് കെയർ ടീമിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ എടുക്കാം. അനലൈസിസ് ഓഫ് ഡേറ്റ ആസ് എ ബേസിസ് ഫോർ ഡെവലപ്പിംഗ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആൻഡ് പ്ലാൻ ഓഫ് കെയർ. ഇങ്ങനെ അനലൈസ് ചെയ്യുക, അതങ്ങനെയാണ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രൈമറി സോഴ്സ് പേഷ്യന്റ്, സെക്കൻഡറി സോഴ്സ് ഫാമിലി, അതായത് റെക്കോർഡ്, ഇങ്ങനെയുള്ളതെല്ലാം. പിന്നെ പേഷ്യന്റ് ബേബി ആണെങ്കിൽ സെക്കൻഡറി സോഴ്സ് ആയിരിക്കും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ഡേറ്റ, ഒബ്ജക്റ്റീവ് ഡേറ്റ ആൻഡ് സബ്ജക്റ്റീവ് ഡേറ്റ. ഒബ്ജക്റ്റീവ് ഡേറ്റ, സബ്ജക്റ്റീവ് ഡേറ്റ എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ് നഴ്സിംഗ് അസസ്മെന്റിൽ. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓർത്തോണം. ഒബ്ജക്റ്റ് ഈസ് എ ഫിസിക്കൽ തിങ്, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഫിസിക്കൽ തിങ് ആണ്, നമുക്ക് കാണാൻ സാധിക്കും, വിഷ്വലൈസബിൾ ആണ്. സോ ഒബ്ജക്റ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഡേറ്റ. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് മാത്രം അറിയാവുന്ന ഡേറ്റ. ഇത് ഒരിക്കലും മാറിപ്പോയില്ല, എപ്പോഴും സ്റ്റുഡൻസ് മാറ്റി മാറ്റി പറയുന്ന കേൾക്കാം. ഒബ്ജക്റ്റീവ് ഡേറ്റ ക്യാൻ ബി ഒബ്സർവ്ഡ് ആൻഡ് മെഷേർഡ്. ഇങ്ങനെ ഓർത്താൽ മതി. ഒബ്ജക്റ്റീവ് ഡേറ്റ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. ഹൗ മച്ച് ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും, എത്രയുണ്ട്. BP മെഷർ ചെയ്യാൻ സാധിക്കും, അത് ഒബ്ജക്റ്റീവ് ഡേറ്റയാണ്. പെയിൻ നമുക്ക് മെഷർ ചെയ്യണ പേഷ്യന്റ് പറയണം, അല്ലെ. എക്സാമ്പിൾ ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, പിന്നെ കണ്ടീഷൻ ഓഫ് വൂണ്ട്. അതായത് യെസ്റ്റർഡേ വാസ് സ്മോൾ സൈസ്, ടുഡേ അഗെയിൻ ഇൻക്രീസ് ദ സൈസ്, അതാണ് ഒബ്സർവബിൾ. മെഷർമെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഒരു ബേസിക് സ്റ്റാൻഡേർഡ് വേണം. പനി കൂടുതലാണോ കുറവാണോ എന്ന് പറയണേ പനിയുടെ നോർമൽ വാല്യൂ അറിയണ്ടേ. പനിയുടെ നോർമൽ വാല്യൂ ഒരു നമ്മളിപ്പോൾ 99 ആണ് ഇപ്പം, പക്ഷെ 98.8 ഇതാ നോർമൽ വാല്യൂ. അതിനുശേഷം ഇത് അറിഞ്ഞാൽ മാത്രമാണ് 95 ആണ് കുറവാണെന്നും 100 ആണ് കൂടുതലാണെന്നും പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനൊരു ബേസിക് സ്റ്റാൻഡേർഡ് വേണം. ഫാരൻഹീറ്റ്, സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചറിന് ഉള്ളതുപോലെ. സബ്ജക്റ്റീവ് ഡേറ്റ ആർ ദ പേഷ്യന്റ് വെർബൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദെയർ ഹെൽത്ത് പ്രോബ്ലം. ഇത് പേഷ്യന്റ് പറയുവാണ്, എനിക്ക് പെയിനാണ്, എനിക്ക് ടയേർഡാണ്, ആൻസൈറ്റി ഉണ്ട്, ഇതാണ്. പേഷ്യന്റ് റിപ്പോർട്ട് ബാക്ക് പെയിൻ, ഇൻക്ലൂഡ് ഫീലിംഗ്സ്, പെർസെപ്ഷൻ, സെൽഫ് റിപ്പോർട്ട് സിംറ്റംസ്. പേഷ്യന്റിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് ഡേറ്റ. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ഡേറ്റ. ഡേറ്റ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം വേരിയസ് സോഴ്സ്. എവിടെ നിന്നെല്ലാമാണ്? പേഷ്യന്റിൽ നിന്ന് തന്നെ. പേഷ്യന്റ് ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഡേറ്റ. ദ പേഷ്യന്റ് ഷുഡ് ബി കോൺഷ്യസ്, വെൽ ഓറിയന്റഡ് ആൻഡ് അലേർട്ട് ഇൻ ഓർഡർ ടു ഗീവ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് മാത്രമേ ആൻസർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അൺകോൺഷ്യസ് ആണെങ്കിൽ എവിടുന്നാണ്? സെക്കൻഡറി സോഴ്സ് എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ പേഷ്യന്റ് ഭയങ്കര പെയിൻ ആണ്, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ദെൻ ചിൽഡ്രൻ ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എവിടുന്നാണ് യൂസ് ചെയ്യേണ്ടത്? സെക്കൻഡറി സോഴ്സ്. ഫാമിലി ഓർ സിഗ്നിഫിക്കന്റ് അതേഴ്സ്, ദേ ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ചിൽഡ്രൻ ക്രിട്ടിക്കലി ഇല്ല. അതായത് പേഷ്യന്റിന് ഏതെങ്കിലും കാരണവശാൽ ഡേറ്റ കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണ് പേഷ്യന്റിന് പകരം പ്രൈമറി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടത്. ഇനി എവിടെ നിന്നൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ടീം. അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഡേറ്റ. അതായത് ഫിസിഷ്യൻ, നേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്. അതായത് നമ്മളിപ്പോൾ നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതുവാണ്. ഇപ്പം എനിക്കൊരു പേഷ്യന്റിനെ അസൈൻ ചെയ്ത് കിട്ടി. ആ അസൈൻ ചെയ്ത് കിട്ടിയ പേഷ്യന്റിന്റെ നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള ഡേറ്റയും നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ റെക്കോർഡ്,
അതായത് ഇൻഫർമേഷൻ വി വിൽ ഗെറ്റ് ഫ്രം പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഡയഗ്നോസിസ്, ഇൻവെസ്റ്റിഗേഷൻ. പേഷ്യന്റ് ഫയലിലുള്ള ഹിസ്റ്ററി എല്ലാം നമുക്ക് എടുക്കാം. അതാ പിന്നെ ട്രീറ്റ്മെന്റ്, എന്തൊക്കെ മെഡിസിൻ ആണെന്ന് മെഡിസിന്റെ ഫയലിലാണ്, പിന്നെ പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ, ഇതെല്ലാം നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതർ റെക്കോർഡ്സ് ആൻഡ് ലിറ്ററേച്ചർ, റെക്കോർഡ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, മിലിറ്ററി, ഇങ്ങനെയുള്ള റെക്കോർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം പേഷ്യന്റ് ബേസിക് ഐഡന്റിഫിക്കേഷനും ബ്ലഡ് ഗ്രൂപ്പ്, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, മീൻസ് സ്റ്റാറ്റസ്, എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പേഷ്യന്റ് ഈസ് അൺഏബിൾ ടു കൺവേ മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ദെൻ വി ക്യാൻ യൂസ് ദ സെക്കൻഡറി റെക്കോർഡ് സെക്ഷൻ ആസ് വെൽ. മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ, ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്. ഫസ്റ്റ്, ഇന്റർവ്യൂ. സബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ പേഷ്യന്റ് ഇന്റർവ്യൂ. നമ്മൾ ഇന്റർവ്യൂ ടെക്നിക്ക് നഴ്സിംഗ് അസസ്മെന്റ് കണ്ടു. അതായത് സബ്ജക്റ്റീവ്, പേഷ്യന്റ് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്റർവ്യൂ, അതായത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പേഷ്യന്റിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് ഇന്റർവ്യൂ ഇസ് എ ഓർഗനൈസ്ഡ് കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് എ പർപ്പസ്. ഇന്റർവ്യൂ മേ ബി എയ്തർ സ്ട്രക്ചേർഡ് ആൻഡ് നോൺ സ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അറിയാം പേഷ്യന്റിനോട് ആദ്യം മുതൽ ചോദിക്കേണ്ട എന്താ, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നടത്തുന്ന ഹിസ്റ്ററി കളക്ഷൻ ആണ് സ്ട്രക്ചേർഡ്. നോൺ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പേഷ്യന്റ് അടുത്ത് പോയി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് നോൺ സ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ ആർ പ്ലാൻഡ് ആണ്, അത് മാത്രം ചോദിക്കാൻ ഇൻഫർമേഷൻ എഴുതുക. സെമി സ്ട്രക്ചേർഡ് മീൻസ് ജസ്റ്റ് റാപ്പോർട്ട് ബിൽഡിങ്ങിൽ നമ്മൾ ജസ്റ്റ് കാഷ്വൽ ടോക്കിൽ നിന്ന് കിട്ടുന്നതാണ്. അടുത്തതാണ് ഡേറ്റ കളക്ഷനിലെ ടെക്നിക്കാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് സ്കിൽ യൂസിങ് ദ സെൻസ്. ഒബ്സർവ് ദ ബിഹേവിയർ ചേഞ്ചസ്. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യുന്നത്. പേഷ്യന്റ് പെയിൻ വരുമ്പോൾ എന്താണ് എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആ ഫിസിക്കൽ കണ്ടീഷൻ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതാണ്. പേഷ്യന്റ് ലുക്സ് പെയിൽ, പേഷ്യന്റ് ലുക്ക് അൻഷ്യസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒബ്സർവബിൾ ആണ്. എക്സാമിനേഷൻ, ഇത് ഡേറ്റ കളക്ഷന് അടുത്തതാണ്. ഇതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് മെയിൻ. ഇറ്റ് ഇൻക്ലൂഡ് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ വിച്ച് ഇൻക്ലൂഡ് ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, auscultation and percussion, olfactory. A complete examination includes checking patient height, weight, vital signs and head to foot examination. അങ്ങനെ കംപ്ലീറ്റ് അസസ്മെന്റിൽ നിന്ന് അല്ലെ ഫിസിക്കൽ എക്സാമിനേഷനിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് വേറൊരു സോഴ്സ്. Then after that what we have to do, organizing data. അപ്പൊ നമുക്ക് ഡേറ്റ കിട്ടി ഇന്റർവ്യൂവിൽ നിന്ന്, ഒബ്സർവേഷനിൽ നിന്ന്, എക്സാമിനേഷനിൽ നിന്ന്. ഇനി ഈ ഡേറ്റനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓർഗനൈസ് ചെയ്യും. ദ നേഴ്സ് യൂസ് എ റിട്ടൺ ഓർ കമ്പ്യൂട്ടറൈസ്ഡ് ഫോർമാറ്റ് ദാറ്റ് ഓർഗനൈസ് ദ അസസ്മെന്റ് ഡേറ്റ സിസ്റ്റമാറ്റിക്കലി. നമ്മൾ ശേഷം നമ്മൾ കെയർ പ്ലാൻ എഴുതും. കെയർ പ്ലാൻ എഴുതാൻ മേ ബി ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് റിട്ടൺ. പിന്നെ ഔട്ട്സൈഡിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ഹോസ്പിറ്റലിലേക്കൊക്കെ മാറുമ്പോൾ അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഓൾറെഡി സിസ്റ്റത്തിലാണ് കെയർ പ്ലാൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ദ ഫോർമാറ്റ് മേ ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ സ്റ്റാറ്റസ്. ഇന്ന് എഴുതുന്ന കെയർ പ്ലാൻ നമുക്ക് വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് മാറ്റാം, അല്ലെ നാളെ മാറ്റാം. പേഷ്യന്റിന്റെ കണ്ടീഷൻ മാറുന്നതനുസരിച്ച്. വന്നപ്പോൾ പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു, അതിനുശേഷം പേഷ്യന്റ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, നമ്മൾ കെയർ പ്ലാൻ ചേഞ്ച് ചെയ്യും. അതിനുശേഷം പേഷ്യന്റ് ഷിഫ്റ്റ് ആയി വീണ്ടും തിരിച്ച് വാർഡിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും കെയർ പ്ലാൻ വേറെ രീതിയിലേക്കാക്കും. അതായത് കുറച്ചുകൂടെ പേഷ്യന്റിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതലുള്ള രീതിയിൽ. ആഫ്റ്റർ ദാറ്റ് വാലിഡേറ്റിംഗ് ഡേറ്റ. ഇപ്പൊ ഓർഗനൈസ് ചെയ്തല്ലോ, ഇനി അത് വാലിഡേറ്റ് ചെയ്യും. The information gathered during the assessment phase must be complete, factual and accurate because the nursing diagnosis and intervention are based on this information. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തു, അതെല്ലാം ഓർഗനൈസ് ചെയ്തു, അതിനുശേഷം നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ ഡേറ്റ എല്ലാം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം നമ്മൾ റോങ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ, അതോ കംപ്ലീറ്റ് ആണോ, ഇതെല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീഅസസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഡേറ്റയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറൊരു കൺഫ്യൂഷൻ ഇല്ല എന്ന് വാലിഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വാലിഡേഷൻ മീൻസ് ഡബിൾ ചെക്കിംഗ് ആണ്, അല്ലെങ്കിൽ വേരിഫൈങ് ഡേറ്റയാണ്. ഇതാണ് വാലിഡേഷൻ. അതിനുശേഷമാണ് നേഴ്സിംഗ് ഡോക്യുമെന്റേഷൻ. അപ്പോൾ ഇതെല്ലാം വാലിഡേറ്റ് ചെയ്തു, ഇനി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. നേഴ്സിംഗ് ഡോക്യുമെന്റേഷൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ക്ലയന്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, nursing history referred as admission form, numerous assessment form, nursing care plan and progress note. അപ്പൊ നഴ്സിംഗ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫയലില്ലേ നഴ്സസ് ഡോക്യുമെന്റ് ചെയ്യുന്നേ,
അപ്പൊ അതിൻ്റെ അകത്ത് പേഷ്യൻ നേഴ്സസിന്റെ ഹിസ്റ്ററി എഴുതണം. പിന്നെ അഡ്മിഷൻ ഫോം, ഒരുപാട് ഫോമുകളുണ്ട്. പെയിൻ അസസ്മെന്റ്, VIP സ്കോർ, ബാഡൻ സ്കെയില്, GCS, ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യും. പിന്നെ മെയിനായിട്ട് നേഴ്സിംഗ് കെയർ പ്ലാൻ വേണം, പ്രോഗ്രസ് നോട്ട് വേണം. ഇതെല്ലാം നേഴ്സിംഗ് ഡോക്യുമെന്റേഷനിൽ വരുന്നതാണ്. ഒരു ഫയൽ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അതിനകത്ത് കുറച്ചേ ഉള്ളൂ ഡോക്ടേഴ്സ് ഷീറ്റും മെഡിക്കേഷൻ കാർഡെക്സും ഒക്കെ, ബാക്കി മുഴുവൻ നേഴ്സസിനുള്ളതാണ്. This document record the client data captured at the relevant stage of the nursing process. ഇതാണ് അസസ്മെന്റ്. ഇനി അടുത്ത നമുക്ക് കാണാനുള്ളതാണ് നഴ്സിംഗ് ഡയഗ്നോസിസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.